देखने में तो असल मावेली लगता है इसको। ദില്ലി കേരള ഹൗസിൽ ഓണസദ്യ നടക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ കേരള ഹൗസിൽ നിന്നാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. ആദ്യത്തെ ഓണസദ്യയാണ് ഈ വർഷത്തെ. അതെ, പക്ഷെ നല്ല ഓണസദ്യ, നാട്ടിൽ കിട്ടുന്ന ഓണസദ്യ പോലെ തന്നെ. ഈ ശരിക്കും പറഞ്ഞാൽ അമ്മ മരിച്ചതിന് ശേഷമുള്ള ആദ്യ ഓണമാണ്, അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെ അമ്മയുടെ കൂടെ നിന്നാണ് ഓണം ഉണ്ണണ്ടേ? എല്ലാ വർഷവും അമ്മ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അമ്മയുടെ കൂടെ നിന്നാണ്. തവണ അമ്മയില്ലെന്നൊരു വിഷമമുണ്ട്. ഈ ഓണത്തിൻ്റെ അത്ര ആഘോഷങ്ങൾ കുറവായിരിക്കും. ആഘോഷം വളരെ കുറവാണ്. പിന്നെ ഓണസദ്യ ഉണ്ടാവും, അത് തന്നെ സ്വാഭാവികം. ഏതായാലും ഓണം എല്ലാവരും തൂഫാൻ ഓണമായിട്ട് എടുക്കുക. എല്ലാവരും തൂഫാൻ ഓണമായിട്ട് ആഘോഷിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും അങ്ങനെ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ഇവിടെ ഒരു മാവേലിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാമ്പാർ ഉപയോഗിക്കുന്നുണ്ട് ആർസിക്ക്. ഈ മാവേലിക്കൊരു പ്രത്യേകതയുള്ളത്, മാവേലി ഒരു ഹിന്ദി മാവേലിയാണ് എന്നുള്ളതാണ്. ഇവിടെയുള്ള ജീവനക്കാരനാ മാവേലി. ഹിന്ദി മലയാളം അറിയാം? കുറച്ച് അറിയാം. ഈ കൊടവയർ കണ്ടിട്ട് മാവേലിയുടെ രൂപം കിട്ടിയപ്പോൾ ഒരു ഹിന്ദി ജീവനക്കാരനെ മാവേലി ആക്കിയതാണ്. മാവേലിയുടെ കഥ അറിയുമോയെന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുകയായിരുന്നു. देखने में तो असल मावेली लगता है इसको। असल मावेली लगता है। अब क्या बोलना चाहते? कुछ समझ മലയാളം बोलते സുഖമാണോ? കേരള ഹൗസിൽ ആകെ ഒരുക്കമാണ്. കേരള ഹൗസിലെ റെസിഡൻസ് കമ്മീഷണർ ഇവിടെ ഉണ്ട്, പുനീത് കുമാർ IAS, സീനിയർ ഓഫീസറാണ്. സാറിന് മലയാളം അറിയാം. സാറിന് ഓണം എങ്ങനെയാണ് സാറിന്? ഓണം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. 2026 ഈ പ്രാവശ്യം ഞങ്ങൾ 4 ദിവസങ്ങൾ ഈ ഓണം സദ്യയുടെ പരിപാടി വച്ചിട്ടുണ്ട്. പല കലാപരിപാടികളും സ്പോർട്സ് പരിപാടികളും അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിപാടികളിലേക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ഫാമിലീസും അവരുടെ കുട്ടികളും എല്ലാം പങ്കെടുത്തു. മാത്രമല്ല 70 വർഷത്തിലേക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഓണ ആഘോഷം, ഇതിൻ്റെ ഓണം ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്ററും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സീനിയർ MP-മാരും ഹാരിസ് ബീരാൻ സാർ, അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിൽ MLA-മാരും ഉണ്ടായിരുന്നു. വി മുരളീധരൻ സാർ, ശ്രീമതി ടീച്ചറും ഉണ്ടായിരുന്നു, മുൻ മിനിസ്റ്റർ. അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലേക്കാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം പരിപാടി ഇന്നലെ പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ന് മുതൽ ഓണം സദ്യ ഇപ്പോൾ ഫോർമലായിട്ടൊന്ന് തുടങ്ങി. കേരളത്തിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ഒഫീഷ്യൽസിനൊക്കെ ഓണസദ്യ നമ്മൾ കൊടുക്കുകയാണ് കേരളത്തിലേക്ക്. യെസ്, നമ്മുടെ സ്റ്റാഫിനെ, നമ്മുടെ കേരളത്തിൻ്റെ മീഡിയക്കും, നമ്മുടെ MP-മാർക്കും, പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്, ജനപ്രതിനിധികൾ എല്ലാവർക്കും നമ്മൾ ഇതിൻ്റെ ഓണസദ്യൻ്റെ ഒരു ലാഭം അപ്പോൾ ലഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് സ്ഥലം കുറവായത് കൊണ്ട് കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 4 ദിവസത്തിലേക്ക് അങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് എവറിബഡി ഫീൽസ് ലൈക്ക് എ ഫാമിലി. കാരണം ഓണം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, എല്ലാ പ്രവാസി മലയാളികൾക്കും അപ്പോൾ ഓണ ആശംസകൾ പറയുന്നു. എങ്ങനെയുണ്ട് ഓണം? ഡൽഹി ഓണമാണ് വർഷങ്ങളായിട്ട്. ഞങ്ങൾ ഡൽഹിക്ക് താമസം മാറ്റിയിട്ട് 2011 മാറ്റിയതാണ്. ഇപ്പോൾ 15 വർഷമായി. അപ്പോൾ ഡൽഹിയിലെ വലിയ ഓണാഘോഷമാണ്. കേരള ഹൗസിൽ എല്ലാ വർഷവും നല്ല മനോഹരമായ സദ്യ സംഘടിപ്പിക്കും. ആൻഡ് നല്ല ഭംഗിയാണ്. പിന്നെ കേരളത്തിൽ ഇപ്പം ഞങ്ങളുടെ ഓണസദ്യകൾ ഇന്നലെ തുടങ്ങി. ഒരു 2 മാസത്തെ ഇങ്ങനെ സദ്യകളായിരിക്കും. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇല്ല കുഴയില്ല, അത് അവസാനത്തേതിനും പോകും. കാരണം മാഡത്തിന് ഭാര്യയ്ക്ക് വലിയ ഇഷ്ടമാണ് ഈ സദ്യ. അത് എത്ര ദൂരപ്പാണെങ്കിലും നമ്മൾ സദ്യക്ക് വേണ്ടി അങ്ങ് പോകും. ഭയങ്കര ഇഷ്ടമാണ്. ഓണത്തിൽ എന്താ ഒരു രസകരമായ ഒരു കാര്യം പറയാനുള്ളത്? എല്ലാവരും നല്ല മുഖത്ത് നല്ല ചിരിയാണ്. എല്ലാവരും നല്ല നല്ല അതുപോലത്തെ വസ്ത്രങ്ങളൊക്കെ ഇട്ട്, നമ്മുടെ കവണിസാരിയൊക്കെ എടുത്ത് എല്ലാവരും കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കളും ഒക്കെ ചൂടി എല്ലാവർക്കും ഭയങ്കര ഒരു എനർജിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. കേരളം മൊത്തം അവിടെ പുറത്തും അകത്തും എല്ലാം.
സാർ കുറേ ആയിട്ട് ഡൽഹിയിലാണ്, ഇനി തിരിച്ച് നാട്ടിലേക്ക് മടക്കമുണ്ടോ? അതിന് അതിന് ആഗ്രഹിക്കുമല്ലോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നാട്ടിൽ പോയി താമസിക്കണമെന്നൊക്കെ. അങ്ങനെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് നമുക്ക് കേരളത്തോട് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ കുറേ വർഷമായി ഞാനിവിടെ കമ്മീഷണറായിട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് ഡൽഹി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതും ഇവിടെ ഇഷ്ടമാണ്. കേരളവും വളരെ ഇഷ്ടമാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ബന്ധുക്കളെല്ലാം കേരളത്തിലാണ്. പക്ഷേ ഡൽഹി ഇഷ്ടമാണ്. ഒരു ഓണാശംസ. കേരളത്തിലെ എല്ലാവർക്കും ഓണാശംസ നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, എല്ലാം ആശംസിക്കുന്നു. ദില്ലി കേരള ഹൗസിൽ ഇന്ന് കേരളത്തിൽ നിന്നുള്ള ഡൽഹിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് പ്രത്യേകമായി സദ്യ ഒരുക്കിയിട്ടുള്ളത്. മുതിർന്ന ഉദ്യോഗസ്ഥർ, വിരമിച്ച ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ട്. വേണു രാജമണി സാറുണ്ട്. സാറേ, ഓണത്തിൻ്റെ സന്ദേശം എന്താ? സാറിൻ്റെ ഒരു ഓർമ്മ എന്താ ദില്ലിയിൽ ഇങ്ങനെ എത്തുമ്പോൾ? അയ്യോ, എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത ഓർമ്മയാണ്. തൊട്ടടുത്താണല്ലോ ജെൻസി പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നത്. അതെല്ലാവർക്കും പുതിയൊരു ഉന്മേഷവും ആവേശവും നൽകിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭവിഷ്യത്ത് ആദർശധീരരായ യുവാക്കളുടെ കയ്യിലാണ് എന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയും അവർ പോരാടാൻ തയ്യാറാണ്. അപ്പോൾ ഇതുപോലെ രാജ്യം മുഴുവൻ ഉണർന്ന് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും എന്നും കാത്തു സൂക്ഷിക്കുവാനും വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഓണ സന്ദേശം. ഒരു ഓണത്തിൻ്റെ ഒരു ഓർമ്മ എന്താണ് സാറേ? ഇപ്പോൾ ഡൽഹിയിലാണല്ലോ കുറേ കാലമായിട്ട്. ഓണം ഞാനും എൻ്റെ വൈഫ് സരോജും ലോകത്ത് എവിടെ ഉണ്ടായിരുന്നാലും ആഘോഷിക്കാറുണ്ട്. ഒന്നുകിൽ സ്വന്തം വീട്ടിൽ സദ്യ തയ്യാറാക്കി ചുറ്റുമുള്ള ഫ്രണ്ട്സിനെല്ലാം വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ മലയാളികൾ എവിടെ ഏത് സ്ഥാനത്താണോ, ബെയ്ജിങ്ങിലാണെങ്കിലും ജനീവയിലാണെങ്കിലും വാഷിങ്ടൺ DC-യിലാണെങ്കിലും മലയാളികളെല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഓണസദ്യ ഉണ്ടാക്കി ഓണം ആഘോഷിക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഓണം ഒരിക്കലും മറക്കാനാവില്ല. ഇത്തവണ എൻ്റെ ബംഗാളിൽ നിന്നുള്ള അംബാസിഡർ സഞ്ജയ് ഭട്ടാചാര്യ, റാണു ഭട്ടാചാര്യ അവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഇതിൽ വന്ന് പങ്കെടുക്കാൻ. മലയാളിയല്ല. അതെ, അവർക്കും ഓണത്തിന്റെ ഒരു ഇതുണ്ടാവും. അവരോട് തന്നെ ചോദിക്കാം. ഓണം സെലിബ്രേഷൻ. Yes, we've celebrated always wherever we've been, and I can cook all the Onam dishes. ഇത് സ്വദേശം എവിടെയാണ്? ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. അതാണ്. അതായാലും ഓണാശംസകളായി എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഇതാ മാവേലി ഉണ്ട്. മാവേലി ഇതാ എത്തുന്നുണ്ട്. ഒരു ഹിന്ദി മാവേലിയാണ്. ആണോ? കേരളത്തിൽ ഇല്ലാത്ത മലയാളികൾ വലിയ ആഘോഷത്തിൽ തന്നെയാണ്. കേരള സദ്യ കഴിച്ചും കേരള വസ്ത്രം ധരിച്ചും അവരെല്ലാവരും ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്നു. കേരള ഹൗസിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാറോഡിൻ, റിപ്പോർട്ടർ ദില്ലി.